എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് ഇരുട്ടത്ത് തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കമൻസ് വന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളിച്ചത്തിലേക്ക് വന്ന എന്നെ അറിയുന്ന കുറേ ആളുകൾ കാണും. അത്ര ഫേമസ് ഒന്നല്ല, ഞാൻ പഠിപ്പിച്ച കുട്ടികളോ എന്നെ അറിയാവുന്നവരൊക്കെ കാണും. അപ്പം ഞാൻ ഒന്നുമല്ലാത്ത രീതിയിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണൊന്ന്. കാരണം ഞാൻ ഒറ്റ മനുഷ്യരോടും അങ്ങനെ എൻ്റെ ബന്ധുക്കളോടുമൊക്കെ ജസ്റ്റ് ഈ ഫോണിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയേണ്ടി വന്നെങ്കിലും ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരാരും തന്നെ എൻ്റെ ചാനൽ കാണുന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സോ കൂടുതലും പേർക്കും അറിയില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല മാനസം കിട്ടത്തില്ല, സൗമ്യ മാനസം കിട്ടത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഞാനതങ്ങനെ ഞാൻ പറയാം എന്നിട്ട് മതി എന്ന രീതിയിലാണ് അറിഞ്ഞവരോട് നിൽക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലതാണ്, ഞാൻ കുറച്ചൊരു നേട്ടം എനിക്കുണ്ടായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും മുന്നിലേക്ക് എൻ്റെ മുഖവും കാട്ടി വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില ആളുകളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടുത്തെ കൊച്ചൻ, പിന്നെ ഫോൺ വാങ്ങിച്ചെടുത്തത്, അങ്ങനെ കുറച്ച് പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ വരാതിരിക്കില്ല. മറയത്ത് മാത്രമായിട്ട് ഇരിക്കുന്നില്ല. കാരണം നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 5 ആങ്ങളമാരാണുള്ളത്. അതിൽ ചിലർക്കൊക്കെ ഈ യൂട്യൂബ് ചാനലെന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഇതെന്തോ ഒരു ഇതെന്താണ് ഇവിടെ ഇതിനകത്തിലൊക്കെ പോയി ചാടിയോ, ഇതെന്തോ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മളിതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവരെല്ലാം കാണുന്നതാണെങ്കിലും അവർക്ക് ഒരു പേടിയുണ്ട്. ഇതിനകത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദോഷമായിട്ട് സംഭവിക്കുമോ എന്നൊക്കെ പേടിയുള്ള ആളുകളുണ്ട്. അപ്പം ഞാൻ അതങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇത്ര വരെ എത്തി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അവരും കൂടെ ചാനൽ കാണേണ്ട ഒരു സ്റ്റേജ് എത്തുമല്ലോ. എനിക്ക് പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജിൽ നിന്ന് ജസ്റ്റ് അവരോട് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. ആദ്യമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് തീർത്തതിന് ശേഷം എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതിൽ ഒരു വ്യത്യാസവുമില്ല, മാറ്റവുമില്ല. ഇപ്പം ഞാൻ വീഡിയോസൊക്കെ പുറമേ ഉള്ളത് ഉണ്ട്. ഇപ്പം വീടിൻ്റെ മുല്ലയുടെയൊക്കെ വീഡിയോ ഇട്ട്, അതൊക്കെ ഈ വീട്ടിലെ തന്നെയാണ്. കുഞ്ഞുമായിട്ട് സംസാരിക്കുന്ന അവളുടെ ശബ്ദം എല്ലാവരും കേട്ടില്ലേ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ പടിപടിയായിട്ട് ഞാൻ വെളിച്ചത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പം പിന്നൊരു കാര്യമുണ്ട്, വെളിച്ചത്തായാലും ഇരുട്ടത്തായാലും പറയുന്ന കാര്യങ്ങൾ നല്ലതാണോ, അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോരെ എല്ലാം എന്നുകൂടി ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട്. എന്തായാലും ഞാൻ എല്ലാവരെയും കാണാനായിട്ട് വരും. ഓക്കെ.